കോമ്പിനേഷണൽ സർക്യൂട്ടുകളെക്കുറിച്ചും പിന്നെ ബൂളിയൻ ചുരുക്കലിനെക്കുറിച്ചും അതാണല്ലോ നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കുന്നത്. എന്താണിവ? എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? എങ്ങനെ ഇതിനെ ഒപ്റ്റിമൈസ് ചെയ്യാം? തുടങ്ങാമല്ലേ? തീർച്ചയായും. ശരിക്കും പറഞ്ഞാൽ കമ്പ്യൂട്ടറുകളുടെയൊക്കെ എല്ലാ ഡിജിറ്റൽ സിസ്റ്റങ്ങളുടെയും ഒരു അടിസ്ഥാനശിലയാണ് ഈ ലോജിക് ഗേറ്റുകളും സർക്യൂട്ടുകളും. ഇതിനെ സിമ്പിളാക്കുന്നത്, ലളിതമാക്കുന്നത്, എങ്ങനെയാണ് പെർഫോമൻസിനെ മെച്ചപ്പെടുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ എന്താണ് ഈ കോമ്പിനേഷണൽ സർക്യൂട്ടുകൾ? ബേസിക്കലി ഇത് കുറേ ലോജിക് ഗേറ്റുകൾ ചേർന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഒരു പ്രത്യേക ടാസ്ക് ചെയ്യാൻ വേണ്ടി. ഇതിന്റെ ഒരു പ്രധാന കാര്യം ഇതിൽ ഫീഡ്ബാക്ക് ഇല്ല എന്നതാണല്ലേ. അതായത് പഴയ ഔട്ട്പുട്ട് തിരിച്ച് ഇൻപുട്ടിലേക്ക് വരുന്നില്ല. അപ്പോ ഇപ്പോഴത്തെ ഇൻപുട്ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് ഔട്ട്പുട്ട് വരുന്നത്. ശരിയല്ലേ? ആ, കൃത്യമാണ്. ഫീഡ്ബാക്ക് ഇല്ല. അതുകൊണ്ട് ഇതിന് മെമ്മറിയില്ല. ഇപ്പോഴത്തെ ഇൻപുട്ട് എന്താണോ അത് മാത്രം നോക്കും, ഔട്ട്പുട്ട് തരും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇൻപുട്ട് മാറിയാൽ ഉടനെ ഔട്ട്പുട്ട് മാറില്ല. ചെറിയൊരു താമസം വരും, ഒരു ഡിലേ. ഇതിനെ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയും. ഓ, ആ ഡിലേ. അതെ, ഈ ഡിലേ ശരിക്കും സർക്യൂട്ടിന്റെ ഡെപ്ത് അനുസരിച്ചിരിക്കും. അതായത് ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്കുള്ള ഏറ്റവും നീളം കൂടിയ വഴിയിൽ എത്ര ഗേറ്റുകളുണ്ടോ അതാണ് ഡെപ്ത്. അപ്പോ ഈ ഡെപ്ത് കമ്പ്യൂട്ടറിന്റെ സ്പീഡിനെ നേരിട്ട് ബാധിക്കുമല്ലോ. തീർച്ചയായും. ഡെപ്ത് കൂടിയാൽ ഡിലേ കൂടും, സ്പീഡ് കുറയും. അതുകൊണ്ടാണ് നല്ല ഡിസൈനിൽ ഡെപ്ത് കുറയ്ക്കാൻ നോക്കുന്നത്. ഓക്കെ, ഈ മെറ്റീരിയലിൽ പറയുന്ന വേറൊരു കാര്യം, ഡെപ്ത് കുറയ്ക്കുന്നതിനൊപ്പം ഒരു ഗേറ്റിലേക്കുള്ള ഇൻപുട്ടുകളുടെ എണ്ണം, അതായത് ഫാൻ ഇൻ, പിന്നെ ഒരു ഗേറ്റിന്റെ ഔട്ട്പുട്ട് എത്ര ഗേറ്റിലേക്ക് പോകുന്നു, ഫാൻ ഔട്ട്, ഇതിനൊക്കെ ഒരു ലിമിറ്റ് വെക്കാറുണ്ടെന്നാണല്ലോ. അതെന്തിനാ? നല്ല ചോദ്യം. ഫാൻ ഇൻ ലിമിറ്റ് ചെയ്യുന്നത് ഓരോ ഗേറ്റിന്റെയും കോംപ്ലക്സിറ്റി കൂടാതെ നോക്കാനാണ്. അതുപോലെ ഫാൻ ഔട്ട് ലിമിറ്റ് ചെയ്യുന്നത് ഒരു ഗേറ്റിന് ഓവർലോഡ് വരാതെ സിഗ്നൽ കറക്റ്റായിട്ട് അടുത്ത ഗേറ്റുകളിലേക്ക് എത്താനും വേഗത കുറയാതെ നോക്കാനുമാണ്. ഇതൊക്കെ സർക്യൂട്ടിന്റെ മൊത്തത്തിലുള്ള സ്പീഡും കാര്യക്ഷമതയും ഉറപ്പാക്കാൻ വേണ്ടിയാണ്. മനസ്സിലായി. ഇനി ഈ സർക്യൂട്ടുകളുടെ ഫംഗ്ഷനെ നമ്മൾ മാത്തമാറ്റിക്കലി എഴുതുന്ന കാര്യത്തിലേക്ക് വരാം. സം ഓഫ് പ്രോഡക്ട്സ്, SOP, പിന്നെ പ്രോഡക്റ്റ് ഓഫ് സംസ്, POS, ഈ രണ്ട് ഫോംസ് ആണല്ലോ മെയിൻ ആയിട്ടുള്ളത്. ആദ്യം SOP നോക്കിയാലോ? ശരി. SOPയിൽ നമ്മൾ ആൻഡ് ഓപ്പറേഷൻ പോലെയുള്ള പ്രോഡക്റ്റ് ടേംസ് ഉണ്ടാക്കും. ഉദാഹരണത്തിന് A'.B.C, ഇതൊരു പ്രോഡക്റ്റ് ടേമാണ്. ഇതുപോലത്തെ ടേമുകളെ ഓർ ഓപ്പറേഷൻ പോലെ, അതായത് പ്ലസ് വെച്ച് കൂട്ടിച്ചേർക്കും. അപ്പോൾ F =A'(B.C) + AB എന്നൊക്കെ വരാം. ഇതിൽ തന്നെ എല്ലാ വേരിയബിളും, അത് നോർമൽ ആയാലും കോംപ്ലിമെന്റ് ആയാലും, ഒരു ടേമിൽ വന്നാൽ അതിനെ മിൻ ടേം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ A'(B.C) ഒരു മിൻ ടേം ആണ്, പക്ഷെ AB അല്ല. എന്താണ് ഈ മിൻ ടേമിന്റെ ഒരു സ്പെഷ്യാലിറ്റി? മിൻ ടേം എന്ന് പറഞ്ഞാൽ അത് ഒരൊറ്റ ഇൻപുട്ട് കോമ്പിനേഷനിൽ മാത്രം ഔട്ട്പുട്ട് 1 തരും. ബാക്കി എല്ലാ കോമ്പിനേഷനിലും അത് 0 ആയിരിക്കും. ഓ, അപ്പോൾ ഒരു ഫംഗ്ഷൻ എപ്പോഴൊക്കെ 1 ആവുന്നു എന്ന് നോക്കിയിട്ട് അതിന് കറസ്പോണ്ടിംഗ് ആയ മിൻ ടേമുകളെ കൂട്ടിയെഴുതാം അല്ലേ? അതെ അതെ. F(A,B) = A'(B + AB) എന്ന് വെച്ചാൽ അത് ഇൻപുട്ട് കോമ്പിനേഷൻ 1, A = 0, B = 1നും 3, A = 1, B = 1നുമാണ് 1 ആകുന്നത്. അപ്പോൾ അതിനെ σ13 എന്ന് മിൻടേം നൊട്ടേഷനിൽ എഴുതാം. കൊള്ളാം. ഇത് ഫംഗ്ഷൻ എപ്പോഴൊക്കെ 1 ആവും എന്ന് പറയുന്നു. അപ്പോൾ നേരെ തിരിച്ച് എപ്പോഴൊക്കെ 0 ആകും എന്ന് പറയാനും ഒരു വഴിയുണ്ടാവുമല്ലോ. അതാണോ POS? എക്സാക്ട്ലി. അതാണ് പ്രോഡക്റ്റ് ഓഫ് സംസ്, POS. ഇവിടെ ഓർ ഓപ്പറേഷൻ പോലെയുള്ള സം ടേംസ് ആണ് ഉണ്ടാകുക. ഉദാഹരണത്തിന് A + B'+C. ഇതുപോലുള്ള ടേമുകളെ നമ്മൾ ആൻഡ് ഓപ്പറേഷൻ പോലെ, അതായത് ഡോട്ട് വെച്ച് ഗുണിച്ചെഴുതും. ഉദാഹരണം G = A + B'+C × A'+B. ഇവിടെയും എല്ലാ വേരിയബിളും ഒരു ടേമിൽ വന്നാൽ അതിനെ മാക്സ് ടേം എന്ന് പറയും. മാക്സ് ടേം. അപ്പോൾ അതിന്റെ പ്രത്യേകത? മാക്സ് ടേം ഒരൊറ്റ ഇൻപുട്ട് കോമ്പിനേഷന് മാത്രം 0 ആകും, ബാക്കി എല്ലാത്തിനും 1 ആയിരിക്കും. അപ്പോൾ ഒരു ഫംഗ്ഷൻ എപ്പോഴൊക്കെ 0 ആവുന്നവോ
ആ കോമ്പിനേഷനുകൾക്ക് കറസ്പോണ്ടിംഗ് ആയ മാക്സ് ടേമുകളെ ഗുണിച്ചെഴുതാം. നേരത്തെ കണ്ട എഫ് ഓഫ് എ കോമ ബി ഈക്വൽ ടു സിഗ്മ 1,3 എന്ന ഫംഗ്ഷൻ 0 ആവുന്നത് എപ്പോഴാ? കോമ്പിനേഷൻ 0 ആൻഡ് 2, എ ഈക്വൽ ടു 0, ബി ഈക്വൽ ടു 0 എന്നും എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു 0 എന്നും. അപ്പോൾ അതിൻ്റെ POS ഫോം എഫ് ഓഫ് എ കോമ ബി ഈക്വൽ ടു m0 ഡോട്ട് m2 ഈക്വൽ ടു പൈ 0,2 എന്ന് വരും. ഡി മോർട്ടൻസ് ലോ ഒക്കെ വെച്ച് SOPയിൽ നിന്ന് POSലേക്ക് മാറ്റുകയൊക്കെ ചെയ്യാം. കൊള്ളാം. അപ്പോ SOPയും POSും ഏകദേശം ക്ലിയറായി. പക്ഷെ നമ്മളൊരു ഫംഗ്ഷനെ ഇങ്ങനെ SOPയിലോ POSിലോ എഴുതി കഴിഞ്ഞാൽ പിന്നെന്തിനാ അതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യുന്നത്, ലളിതമാക്കുന്നത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഡിജിറ്റൽ ലോകത്ത് ചെറിയൊരു മെച്ചപ്പെടുത്തൽ പോലും വലിയ മാറ്റമുണ്ടാക്കും. കാരണം കോടിക്കണക്കിന് ഡിവൈസുകളിലാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. ഒരു ബൂളിയൻ എക്സ്പ്രഷൻ നമ്മൾ ലളിതമാക്കുമ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ട ലോജിക് ഗേറ്റുകളുടെ എണ്ണം കുറയും. ഓക്കെ, ഗേറ്റുകളുടെ എണ്ണം കുറഞ്ഞാൽ? ഗേറ്റുകൾ കുറഞ്ഞാൽ സർക്യൂട്ട് ഉണ്ടാക്കാനുള്ള ചിലവ് കുറയും. അത് വർക്ക് ചെയ്യാൻ ആവശ്യമുള്ള പവർ, ഊർജം അതും കുറയും. പലപ്പോഴും സ്പീഡ് കൂടാനും ഇത് സഹായിക്കും. അപ്പോൾ ഇത് വെറും ഒരു കണക്കുകൂട്ടൽ മാത്രമല്ല, മൊത്തത്തിലുള്ള പെർഫോമൻസിന്റെ കാര്യമാണ്. ശരി. അപ്പോ എങ്ങനെയായി ലളിതമാക്കൽ ചെയ്യുന്നത്? ബൂളിയൻ ഓൾജിബ്ര നിയമങ്ങൾ വെച്ച് ചെയ്യാമെന്ന് കണ്ടു. പക്ഷേ അത് ചിലപ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആവാമല്ലേ? എവിടെ തുടങ്ങണം, ഏത് റൂൾ ഉപയോഗിക്കണം എന്നൊക്കെ. മറ്റേത് കാർനോഫ് മാപ്പ്, കെ മാപ്പ്, അതൊരു ഗ്രാഫിക്കൽ മെത്തേഡാണെന്ന് തോന്നുന്നു. അതെ, കെ മാപ്പ് ഒരു വിഷ്വൽ ടൂളാണ്. ഒരു 6 വേരിയബിൾ വരെയൊക്കെയുള്ള ഫംഗ്ഷനുകൾക്ക് കെ മാപ്പ് വളരെ എളുപ്പമാണ്. നമ്മൾ ആ ഫംഗ്ഷൻ എപ്പോഴൊക്കെ 1 ആവുന്നു എന്ന് നോക്കി ആ ഇൻപുട്ട് കോമ്പിനേഷനുകളെ ഒരു ഗ്രിഡിൽ മാർക്ക് ചെയ്യും. ഈ ഗ്രിഡിനൊരു പ്രത്യേകതയുണ്ട്. അടുത്തടുത്തുള്ള കള്ളികൾ തമ്മിൽ ഒരു വേരിയബിളിൽ മാത്രമേ വ്യത്യാസമുണ്ടാവൂ. എന്നിട്ട് ഈ 1കൾ അടുത്തടുത്ത് വരുന്നുണ്ടെങ്കിൽ അവയെ ഗ്രൂപ്പ് ചെയ്യും. 2, 4, 8 അങ്ങനെ പവർ ഓഫ് 2 സൈസിലുള്ള ഗ്രൂപ്പുകൾ. കഴിയുന്നത്ര വലിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ നോക്കണം. ഓ, അപ്പോ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ മതിയോ? എങ്ങനെയാ അത് സിംപ്ലിഫിക്കേഷൻ ആവുന്നത്? ഓരോ ഗ്രൂപ്പിൽ നിന്നും നമുക്ക് ലളിതമായ ഒരു പ്രോഡക്റ്റാം കിട്ടും. ആ ഗ്രൂപ്പിലെ എല്ലാ സെല്ലുകൾക്കും കോമൺ ആയിട്ടുള്ള വേരിയബിളുകൾ മാത്രം എടുത്താൽ മതി. ഏതൊക്കെ വേരിയബിളാണോ ആ ഗ്രൂപ്പിനുള്ളിൽ മാറുന്നത്, 0ഉം 1ഉം ആകുന്നത്, അതിനെ ഒഴിവാക്കാം. ഉദാഹരണത്തിന് നിങ്ങൾ നേരത്തെ പറഞ്ഞ എഫ് ഓഫ് ABCD ഈക്വൽ ടു സിഗ്മ 0, 2, 8, 9, 10, 11, 15 ഇതിന്റെ കെ മാപ്പ് വരച്ച് ഗ്രൂപ്പ് ചെയ്താൽ ചിലപ്പോൾ 3 ഗ്രൂപ്പുകൾ കിട്ടും. അതിൽ നിന്ന് നമുക്ക് B', D' പ്ലസ് AB' പ്ലസ് ACD എന്ന സിമ്പിൾ എക്സ്പ്രഷൻ കിട്ടും. നോക്കൂ, എത്ര വേരിയബിളുകളാണ് ഓരോ ടേണിൽ നിന്നും പോയതെന്ന്. കൊള്ളാം. വലിയ ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ കൂടുതൽ വേരിയബിൾസ് പോകും, സിമ്പിളാകും. ഇതിൽ ഡോണ്ട് കെയർ കണ്ടീഷൻ എന്നൊരു സംഭവം കൂടിയുണ്ടല്ലോ. അതെ, ചിലപ്പോ ചില ഇൻപുട്ട് കോമ്പിനേഷനുകൾ പ്രാക്ടിക്കലി ഒരിക്കലും വരില്ല. അല്ലെങ്കിൽ ആ ഇൻപുട്ട് വന്നാൽ ഔട്ട്പുട്ട് എന്തായാലും നമുക്ക് പ്രശ്നമില്ല. ഇതിനെയാണ് ഡോണ്ട് കെയർ എന്ന് പറയുന്നത്. എക്സ് വെച്ച് മാർക്ക് ചെയ്യും. ഈ എക്സുകളെ നമുക്ക് വേണമെങ്കിൽ 1ആയി കണക്കാക്കി വലിയ ഗ്രൂപ്പുകളുണ്ടാക്കാൻ ഉപയോഗിക്കാം. ഇത് ഡിസൈനർക്ക് കിട്ടുന്ന ഒരു ബോണസ് പോലെയാണ്. സർക്യൂട്ട് ഒന്നുകൂടി സിമ്പിളാക്കാൻ പറ്റും. ഓക്കെ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, വേരിയബിൾസ് ഒരു 6 കൂടിയാൽ കെ മാപ്പ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആകും, വരയ്ക്കാനും ഗ്രൂപ്പ് ചെയ്യാനും ഒക്കെ. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ അൽഗോരിതംസാണ് സാധാരണ ഉപയോഗിക്കുക. ക്വിൻ മക്ലിസ്കി അൽഗോരിതം പോലെയുള്ളവ. ശരി. അപ്പോ കോമ്പിനേഷണൽ സർക്യൂട്ടുകൾ എന്താണെന്നും SOP, POS ഫോമുകൾ, പിന്നെ സർക്യൂട്ട് സിംപ്ലിഫിക്കേഷന്റെ ആവശ്യകതയും കെ മാപ്പ് പോലുള്ള വഴികളും, ഇതിനെക്കുറിച്ചൊക്കെ നമുക്കിപ്പോൾ ഒരു നല്ല ധാരണ കിട്ടിയിട്ടുണ്ട്. അതെ, ഈ അടിസ്ഥാന തത്വങ്ങളാണ് ശരിക്കും ഡിജിറ്റൽ ടെക്നോളജിയുടെ പിന്നിൽ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ കയ്യിലുള്ള ചെറിയ ഗാഡ്ജറ്റ് തൊട്ട് വലിയ സൂപ്പർ കമ്പ്യൂട്ടറുകൾ വരെ എല്ലായിടത്തും ഈ ഐഡിയകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഒരു അവസാന ചിന്ത കൂടി പങ്കുവച്ചിട്ട് നിർത്താം. ഈ സർക്യൂട്ടുകൾ ലളിതമാക്കുമ്പോൾ എപ്പോഴും ഗേറ്റുകളുടെ എണ്ണം കുറയ്ക്കുക എന്നതാണോ ഏറ്റവും പ്രധാനം? അതോ ചിലപ്പോൾ ഗേറ്റുകളുടെ എണ്ണം കുറയ്ക്കാൻ നോക്കുമ്പോൾ സർക്യൂട്ടിന്റെ വേഗത കുറഞ്ഞു പോകുമോ, ഡിലേ കൂടുമോ? അങ്ങനെ ഒരു ട്രേഡ് ഓഫ് വരാൻ സാധ്യതയുണ്ടോ, സ്പീഡും കോസ്റ്റും തമ്മിൽ? അങ്ങനെ വന്നാൽ ഡിസൈനർമാർ എന്തിനായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക? ചിലവിനോ അതോ വേഗതയ്ക്കോ? ഇതൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്.